ജെയിംസ് ഗണ്ണിന്റെ പുതിയ സൂപ്പർമാൻ മൂവി വെറുമൊരു സൂപ്പർമാൻ മൂവി മാത്രമല്ല, ഡിസിയുടെ പുതിയ യൂണിവേഴ്സായ DCUവിന്റെ തുടക്കമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ നേരത്തെ തന്നെ ഇറങ്ങിയ പല ജെയിംസ് ഗൺ കണ്ടന്റുകളും ഈ ഒരു സിനിമയുമായി കണക്റ്റഡ് ആണ്. മാത്രമല്ല ഒരുപാട് പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂപ്പർമാൻ മൂവിയിൽ ഇത്രയധികം ക്യാരക്ടേഴ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം, അതേപോലെ തന്നെ പഴയ ആ കണ്ടന്റുകൾ ഏതൊക്കെയാണ് കണക്ട് ആവുന്നത്, അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെയാണ്, അങ്ങനെ ഈ സിനിമ കാണുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. വെൽക്കം ടു മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. വീട് ചേർന്ന് സൂപ്പർമാൻ ഒരു ഫാൻ ഷോ കൊച്ചിയിൽ കണ്ടക്ട് ചെയ്യുകയാണ്. സൂപ്പർമാൻ റിലീസാവുന്ന ഫസ്റ്റ് ജൂലൈ 11 രാവിലെ 7:30 എടപ്പള്ളി വനിതാ തിയേറ്ററിലാണ് ഈ ഷോ കണ്ടക്ട് ചെയ്യുക. ബുക്കിംഗ്സ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ബുക്ക് ചെയ്യേണ്ട ഒഫീഷ്യൽ നമ്പർ, വാട്സ്ആപ്പ് നമ്പർ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. സോ കേരളത്തിലെ ഒരേ ഒരു സൂപ്പർമാൻ ഫാൻ ഷോ ആണിത്. മാക്സിമം എല്ലാവരും പറ്റുന്ന പോലെ അറ്റൻഡ് ചെയ്യുക. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഒരു സിനിമയിൽ സൂപ്പർമാന്റെ ഒറിജിൻസ് ഒന്നും കാണിക്കില്ല, കാരണം നമുക്ക് എല്ലാവർക്കും ഓൾറെഡി ആ ഒരു കഥ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. MCUവിൽ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ ഇത് തന്നെയായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹീറോയുടെ ഒറിജിൻ കാണിക്കാതെ ഏർലി ഇയേഴ്സിലെ സ്ട്രഗിൾസ് കാണിക്കുക. വരാൻ പോകുന്ന ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ ഓൾറെഡി സ്യൂട്ടുള്ള സൂപ്പർമാൻ ഡെയിലി പ്ലാനിൽ വർക്ക് ചെയ്യുന്ന ക്ലാർക്കിന്റെ കൂടെയാണ്. ആൻഡ് ലോയിസ് ലൈനുമായിട്ടുള്ള റിലേഷനിലാണെന്നും ലോയിസിന് ക്ലാർക്ക് സൂപ്പർമാനും ഒരാളാണെന്നും അറിയാവുന്ന രീതിയിലാണ് ട്രെയിലർ വിരൽ ചൂണ്ടുന്നത്. ഇത് കൂടാതാണ് കൊമിക്സിലുള്ള ഡെയിലി പ്ലാന്റിന്റെ ഒരു ഐക്കോണിക് ക്രൂ ഈ ഒരു സിനിമയിൽ ഫുൾ പ്രൊജക്റ്റായിട്ട് വരാൻ പോകുന്നത്. കഴിഞ്ഞ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സിലൊന്നും വലിയ റോളൊന്നും കിട്ടാതെ പോയ ഒരു ക്യാരക്ടറായിരുന്നു ജിമ്മി ഓൾസൺ. ഡെയിലി പ്ലാനിന്റെ ഫോട്ടോഗ്രാഫർ ജിമ്മി ഓൾസൺ സൂപ്പർമാന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ കൂടിയാണ്. ക്ലാർക്ക് കെന്റിന്റെ മാത്രമല്ല സൂപ്പർമാന്റെയും അടുത്ത കൂട്ടുകാരൻ. ഇവിടെ ജിമ്മി ഓൾസന് നല്ല റോള് കിട്ടുമെന്നാണ് ട്രെയിലറിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാവുന്നത്. ഇതുകൂടാതെ ചീഫ് എഡിറ്ററായി പെറി വെയ്റ്റും അതേപോലെ മറ്റ് എംപ്ലോയീസായ ക്യാറ്റ് ഗ്രാൻഡ്, സ്റ്റീവ് ലോംബാർഡ്, റോൺ ട്രൂപ്പ് ഒക്കെ തന്നെ ഈ ഒരു സിനിമയിൽ അത്യാവശ്യം നല്ല റോളിൽ വരുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ക്രിപ്റ്റോ ദ സൂപ്പർ ഡോഗിന്റെ കടന്നുവരവ്. പണ്ട് കൊച്ചി TVയിൽ മലയാളത്തിലടക്കം വന്ന കാർട്ടൂൺ സീരീസിലൂടെയും റീസെന്റ് വന്ന ലീഗ് ഓഫ് സൂപ്പർ പെറ്റ്സ് എന്ന ആനിമേറ്റഡ് മൂവിയിലൂടെയും എല്ലാവർക്കും പരിചിതമായ ഒരു ക്യാരക്ടറായിരിക്കും ക്രിപ്റ്റോ ദ സൂപ്പർ ഡോഗ്. പക്ഷേ ക്രിപ്റ്റോയുടെ ഹിസ്റ്ററി കൊമിക്കിൽ അതിനും ഒരുപാട് കാലം മുമ്പേ ആണ്. 1955 മാർച്ചിൽ ഇറങ്ങിയ അഡ്വഞ്ചർ കോമിക്സ് ഇഷ്യൂ നമ്പർ 210 ക്രിപ്റ്റോ ആദ്യമായി അപ്പിയർ ചെയ്യുന്നത്. സൂപ്പർമാനെ ഭൂമിയിലേക്ക് അയക്കും മുമ്പ് ഒരു ടെസ്റ്റ് സബ്ജക്റ്റായി യൂസ് ചെയ്ത് ഭൂമിയിലേക്ക് സൂപ്പർമാന്റെ അച്ഛൻ ജോറൻ സ്പേസ് ക്രാഫ്റ്റിലൂടെ അയച്ചതായിരുന്നു ക്രിപ്റ്റോയെ. എന്നാൽ ഉദ്ദേശിച്ച സമയത്ത് എത്താതെ സൂപ്പർമാൻ ഭൂമിയിലെത്തിയ വർഷങ്ങൾക്കിപ്പുറം ക്രിപ്റ്റോ ഭൂമിയിലേക്ക് വരുന്നു. സൂപ്പർമാനെ പോലെ തന്നെ ഭൂമിയിൽ പറക്കാനും സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്തും സ്പീഡും ഒക്കെയുള്ള സൂപ്പർമാൻ ഒരു ആൾട്ടർനേറ്റ് വേർഷൻ എന്ന് തന്നെ ക്രിപ്റ്റോയെ പറയാം. ലാബ്രഡോർ റിട്രീവർ ആയിട്ടാണ് ക്രിപ്റ്റോയെ ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിലും മറ്റൊരു പ്ലാന്റായ ക്രിപ്റ്റോണിലെ ഒരു സ്പീഷീസ് ആണ് ക്രിപ്റ്റോ. എന്നാൽ ക്രിപ്റ്റോയുടെ എക്സാക്ട് സ്പീഷീസ് ഏതാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലതാനും. ഈ സിനിമയിലെ മെയിൻ വില്ലൻ ലെക്സ് ലൂതർ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ബാറ്റ്മാന് ജോക്കർ എങ്ങനെയാണോ അതുപോലെയാണ് സൂപ്പർമാന് ലെക്സ് ലൂതർ. സൂപ്പർമാനെ പോലെ സൂപ്പർ പവറുകളൊന്നും ഇല്ലെങ്കിലും ഒരു ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ നിന്ന് സൂപ്പർമാനെ വളരെയധികം ഹെയ്റ്റ് ചെയ്യുന്ന, തനിക്ക് കിട്ടുന്ന ലൈം ലൈറ്റ് സൂപ്പർമാൻ കൊണ്ടുപോകുന്നതിലൊക്കെ അത്യാവശ്യം ജലസ് ഒക്കെയുള്ള ഒരു ക്യാരക്ടറാണ് ലെക്സ് ലൂതർ. സൂപ്പർമാനെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നതൊക്കെ നമ്മൾ ട്രെയിലറിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയധികം ടാക്ടിക്സും സ്ട്രാറ്റജിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ലെക്സ് ലൂതർ DC യൂണിവേഴ്സിലെ ഏറ്റവും ഇന്റലിജൻസ് ആയിട്ടുള്ള പേഴ്സൺസിൽ ഒന്ന് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ സൂപ്പർമാന് ഫിസിക്കൽ അടിയൊന്നും ഇവിടെ നടക്കത്തില്ല, വമ്പൻ ടാക്ടിക് ആയിരിക്കും ലെക്സ് ലൂതർ നടക്കാൻ പോകുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു ക്രിസ്റ്റഫർ റീവ് സിനിമകളിൽ വളരെയധികം കൊമിക് ആൻഡ് ക്യാമ്പി ആയിട്ട് ലെക്സ് ലൂതറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിനിമകൾക്ക് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ഞാൻ ഒരിക്കലും കൊടുക്കാത്തതിൻ്റെ റീസണും അത് തന്നെയായിരുന്നു. പക്ഷേ സൂപ്പർമാൻ റിട്ടേൺസിലെ കെവിൻ സ്പേസിയുടെ വെർഷൻ വളരെയധികം കിടുവായിരുന്നു. അതിനെ കടത്തി വിട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ലെക്സ് ലൂതർ. പിന്നെ ലെക്സ് ലൂതർ ഒറ്റയ്ക്കല്ല വരുന്നത്, പുള്ളിയുടെ കൂടെ നിൽക്കാൻ കുറച്ച് പേരുണ്ട്. അതിലാദ്യത്തേത് ദ എഞ്ചിനീയർ ആണ്, പിന്നുള്ളത് അൾട്രാമാനും. സോ അവരെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി സംസാരിക്കാം. DC കോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർമാൻ്റെ ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സ് കൗണ്ടർ പാർട്ടാണ് അൾട്രാമാൻ. എർത്ത് 3 ക്രൈം സിൻഡിക്കേറ്റ് എന്ന ജസ്റ്റിസ് ലീഗിൻ്റെ ഈവിൾ വെർഷനിലുള്ള സൂപ്പർമാനാണ് അൾട്രാമാൻ. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ആൾട്ടർനേറ്റ് വെർഷനൊന്നും ആയിട്ടല്ല, സൂപ്പർമാൻ ഒരു ക്ലോൺ ആയിട്ടായിരിക്കും അൾട്രാമാൻ വരിക എന്നാണ് കൂടുതൽ തിയറീസ് വരുന്നത്. അതിന് കാരണം സൂപ്പർമാനെ ഒരു ഇടിച്ചു വിടുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇതിൽ അൾട്രാമാനെ കാണിക്കുന്നത്. ബോയ്സിലെ ബ്ലാക്ക് നോറൊക്കെ പോലെ മാസ്കിന് പുറകിൽ ആരാണെന്ന് കാണിക്കുന്നില്ല, അതും ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. എഞ്ചിനീയർ. സോ DC കോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് സ്ട്രീമിൽ നാനൈറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ലിക്വിഡ് ബോഡിയുള്ള ഒരു ക്യാരക്ടറാണ് എഞ്ചിനീയർ. അപ്പോൾ ഈ ഒരു മെറ്റൽ അലോയ് വെച്ചിട്ട് സോളിഡ് ഒബ്ജക്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവ് ഈ ക്യാരക്ടറിനുണ്ട്. ആൻഡ് അതോറിറ്റി എന്നുള്ള ഒരു സൂപ്പർ ഹീറോ ടീമിൻ്റെ പാർട്ടാണ് എഞ്ചിനീയർ. ആൻഡ് ഈ ഒരു ടീമിൻ്റെ ഒഫീഷ്യൽ മൂവി ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. മിഡ് നൈറ്റർ അപ്പോളോ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഈ മൂവിയിലുണ്ട്. സോ അതിലേക്കുള്ളൊരു ബിൽഡപ്പും കൂടെ ആയിരിക്കാം എഞ്ചിനീയറിൻ്റെ ഈ സിനിമയിൽ വരുന്ന ഗസ്റ്റ് റോൾ. ഈ ഒരു സിനിമയിൽ ഇമ്പോർട്ടൻറ്റ് റോളിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സ്റ്റാഗ് ഇൻഡസ്ട്രി. കോമിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാഗ് ഇൻഡസ്ട്രീസ് ആക്ച്വലി വളരെയധികം കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന, എന്നാൽ അതേസമയം മോറലി അത്ര നല്ലതല്ലാത്തൊരു കമ്പനിയാണ്. ഇതിന്റെ CEO എന്ന് പറയുന്നത് സൈമൺ സ്റ്റാഗ് ആണ്. ആൻഡ് അദ്ദേഹത്തിന്റെ മകളാണ് സഫയർ സ്റ്റാഗ്. സഫയർ സ്റ്റാഗുമായിട്ട് റിലേഷനുള്ള ഒരു ക്യാരക്ടറാണ് റെക്സ് മെയ്സൺ അഥവാ മെറ്റാമോർഫോ. ആക്ച്വലി ഒരു ആർക്കിയോളജിസ്റ്റും അഡ്വഞ്ചറൊക്കെ റെക്സ് മെയ്സണെ സൈമൺ സ്റ്റാഗ് ആണ് ഓർബ് ഓഫ് റാ എന്നൊരു മിസ്റ്റീരിയൽ ആർട്ടിഫാക്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുന്നത്. എന്നാൽ ആ ഒരു ഓർബിന്റെ റേഡിയേഷൻ അല്ലെങ്കിൽ ഓർബിന്റെ കഴ്സ് എന്നൊക്കെ പറയാം, അത് കാരണം റെക്സ് മെയ്സൺ മെറ്റാമോർഫോ അല്ലെങ്കിൽ എലമെന്റ് മാൻ എന്നൊരു സൂപ്പർ പവർഡ് ക്യാരക്ടറായിട്ട് മാറുന്നു.
സോ തൻ്റെ ശരീരം ഹ്യൂമൻ ശരീരത്തിലുള്ള ഏതൊരു എലമെന്റ് ആയിട്ട് മാറ്റാനുള്ള കഴിവ് മെറ്റാമോർഫോയ്ക്ക് ഉണ്ട്. ഈ ഒരു സിനിമയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സൂപ്പർ ഹീറോ ടീമാണ് ജസ്റ്റിസ് ഗ്യാങ്. ജസ്റ്റിസ് ലീഗ് ഇന്റർനാഷണൽ എന്ന പേരിൽ ടീം വരുമെന്നൊക്കെ റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും നമുക്കറിയാം ജസ്റ്റിസ് ലീഗിന്റെ ഒഫീഷ്യൽ ടീമിനെ കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേര് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ജസ്റ്റിസ് ഗ്യാങ് എന്ന പേരിട്ടിരിക്കുന്ന ടീം മെമ്പറായിട്ടുള്ള ഗൈഗാർണർ ഗ്രീൻലാൻഡേണാണ്. ഇത് നമ്മുടെ തണ്ടർബോൾട്ട് സിനിമയിൽ റെഡ് ഗാർഡിയൻ ഇട്ട അതേ സെയിം അവസ്ഥയാണ്. ബാക്കി ടീമേറ്റ്സ് ഒക്കെ പേര് ഹേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒഫീഷ്യലി വേറെ പേരില്ലാത്തത് കൊണ്ട് ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ടീം ഓൺ ചെയ്യുന്നത് മാക്സ്വെൽ ലോഡാണ്. മാക്സ്വെൽ ലോഡ് നമ്മൾ വണ്ടർ വുമൺ 84 കണ്ടിട്ടുണ്ടായിരുന്നു, പെഡ്രോ പാസ്കൽ ചെയ്ത ആ ഒരു വില്ലൻ ക്യാരക്ടർ. പക്ഷേ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ജെയിംസ് ഗണ്ണിൻ്റെ അനിയനായ ഷോൺ ഗണ്ണാണ് ഈ ഒരു റോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ടീമിൽ പ്രധാനമായിട്ടും 3 ഹീറോസ് ആണുള്ളത്. ആ 3 ഹീറോസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ഗൈഗാർണർ എന്ന് പറയുന്നത് എർത്തിലുള്ള 3ാമത്തെ ഗ്രീൻലാൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ. കാരണം നമുക്ക് മെയിൻലി എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ഹാൽ ജോർദാൻ പിന്നെ ജോൺ സ്റ്റുവർട്ട് ഇവരെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ ഇവരല്ലാതെ കോമിക്സിൽ മെയിൻ ആയിട്ടുള്ള ഗ്രീൻലാൻഡാണ് ഗൈഗാർണർ. പുള്ളി ബാക്കിയുള്ളവരെ പോലെ അത്ര ഡീസൻ്റ് അല്ല, കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ കയ്യിലുണ്ട്. എന്നാൽ അതൊക്കെ കൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗൈഗാർണറിൻ്റെ ഗ്രീൻലാൻഡ്. ബാക്കി ഗ്രീൻലാൻഡ് ഉള്ളതുപോലെ തന്നെ പവേഴ്സ് ഒക്കെയാണ് ഈ ക്യാരക്ടറിനുള്ളത്. നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും ലാൻഡേൺസ് എന്ന് പറഞ്ഞിട്ട് ഗ്രീൻലാൻഡ് ബേസ് ചെയ്തൊരു സീരീസ് വരുന്നുണ്ട്. 2026 ഇത് റിലീസ് ആവുക. സോ ഇതിൽ ഓൾറെഡി ഹാൽ ജോർദാനും ജോൺ സ്റ്റുവർട്ടും ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഗൈഗാർണർ ക്യാരക്ടറിനെ നമുക്കതിൽ പ്രതീക്ഷിക്കാം. അടുത്തത് ഹോക്ക് ഗേൾ ആണ്. ജസ്റ്റിസ് ലീഗ് ആനിമേറ്റഡ് സീരീസ് കണ്ടവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ക്യാരക്ടറാണ് ഹോക്ക് ഗേൾ. എന്നാൽ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് വന്നപ്പോൾ ഹോക്ക് ഗേളിനെ ആ പരിസരത്തെ കണ്ടില്ല. എന്നാൽ ഹോക്ക്മാൻ ബ്ലാക്ക് ആർത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ സിനിമയ്ക്ക് കണ്ടിന്യൂഷൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഹോക്ക് ഗേളിൻ്റെ കണക്ഷനോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. എന്നാൽ DCU ആരംഭിക്കുന്ന ആദ്യ സിനിമയിൽ തന്നെ ഹോക്ക് ഗേൾ കടന്നു വരികയാണ്. മാഡം വെബിൽ അന്യ കോർസനായിട്ട് അഭിനയിച്ച സെയിം ആക്ട്രസ് ഇസബെല്ല മെഴ്സിഡ് ആണ് ഇവിടെ ഹോക്ക് ഗേളായിട്ട് വരുന്നത്. സോ ഹോക്ക് ഗേളിൻ്റെ ഒറിജിനിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊമിക്സിൽ 2 ഒറിജിൻ ഉണ്ട്. ആദ്യത്തത് തനകാർ എന്നൊരു പ്ലാനറ്റിൽ നിന്ന് ഹോക്ക് ഗേളും ഹോക്ക്മാനും വരുന്നു എന്നാണ്. പക്ഷേ ഇവിടെ സൂപ്പർമാൻ ഒരു ഏലിയൻ ആണ് എന്നുള്ളതൊരു മെയിൻ കോൺഫ്ലിക്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ അവിടേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇവർ ചെയ്യാൻ പോകുന്നത് 2ാമത്തെ ഒറിജിനായിട്ടുള്ള പുനർജന്മം ബേസ്ഡ് ആയിരിക്കും. സോ ഈജിപ്തിലുള്ള ഒരു പ്രിൻസുമായിരുന്നു ഒറിജിനലി ഹോക്ക്മാനും ഹോക്ക്. എന്നാൽ പിന്നീട് ഇവർ പുനർജന്മങ്ങളായിട്ട് വീണ്ടും വീണ്ടും ജനിക്കുന്നു. പക്ഷേ ഇതൊരു ശാപം പോലാണ്. ഇവർ വീണ്ടും വീണ്ടും ജനിക്കുന്നു. ഇവർ പക്ഷേ ഒരിക്കലും ഒരുമിക്കുന്നില്ല. ഒരു ട്രാജിക് ഫേറ്റ് എല്ലാ ജന്മത്തിലും സംഭവിച്ച് ഇവർ ഒരുമിക്കാതെ പോകുന്നു. അപ്പോൾ മിക്കവാറും ആ ഒരു പുനർജന്മം ബേസ് ചെയ്തുള്ള ഒറിജിനായിരിക്കും ഇവിടെ കിട്ടുക. മിസ്റ്റർ ടെർഫിക് ഒരുപാട് പേർക്ക് വലിയ പരിചയമില്ലാത്തൊരു ക്യാരക്ടർ ആയിരിക്കും മിസ്റ്റർ ടെർഫിക്. പക്ഷേ കോമിക്സിൽ DC യൂണിവേഴ്സിലെ ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഹ്യൂമൻസിൽ ഒരാളാണ് മിസ്റ്റർ ടെർഫിക്. ഈ ഒരു ക്യാരക്ടർ ആക്ച്വലി ഒരു സെൽഫ് മെയ്ഡ് സൂപ്പർ ഹീറോ ആണ്. തൻ്റെ എക്സ്ട്രാ ഇന്റലിജൻസ് കൊണ്ടും അഡ്വാൻസ് ടെക്നോളജി കൊണ്ടും ക്രൈമിനെ ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് മൈക്കൽ ഹോൾട്ട് എന്ന മിസ്റ്റർ ടെർഫിക്. സോ മൈക്കൽ ഹോൾട്ട് എന്ന് പറയുന്നത് ഫിസിക്സ് അടക്കം ഒരുപാട് ഫീൽഡിൽ PhD ഒക്കെ നേടിയ വലിയൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ തൻ്റെ ഭാര്യയായിട്ടുള്ള പൗള ഹോൾട്ടും അൺബോൺ ചൈൽഡും ഒരു കാർ ആക്സിഡന്റിൽ പെട്ട് മരിക്കുന്നതോടെ ഇയാൾ ഒരുപാട് ഡിപ്രഷനിലോട്ട് പോകുന്നു. സോ അങ്ങനെ ലൈഫിനൊരു പർപ്പസ് വേണമെന്ന രീതിയിലാണ് പിന്നീട് ഈ ഒരു ക്യാരക്ടർ സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെയാണ് ലൈവ് ആക്ഷനിൽ പ്രോപ്പർ ഒരു സിനിമയിൽ മൈക്കൽ ഹോൾട്ട് കടന്നു വരുന്നത്. നേരത്തെ ആരോവേഴ്സിൽ ഈ ഒരു ക്യാരക്ടർ കടന്നു വന്നിട്ടുണ്ട്. മിസ്റ്റർ ടെർഫിക്കിന്റെ പവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പുള്ളി ഒരു ബേസിക് ഹ്യൂമൻ ആണ്. ടെക്നോളജിയും ജീനിയസ് ലെവൽ ഇന്റലക്റ്റും ഉപയോഗിച്ചാണ് പുള്ളി ഒരു ഹീറോ ആയിട്ട് മാറിയത്. മാത്രമല്ല ഒളിമ്പിക് ലെവൽ അത്ലീറ്റും കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ വളരെയധികം സ്പീഡും അജിലിറ്റിയും എല്ലാം ഈ ഒരു ക്യാരക്ടറിനുണ്ട്. പിന്നെ പുള്ളിയുടെ ഏറ്റവും ഐക്കോണിക് ഇൻവെൻഷൻ എന്ന് പറയുന്നത് T-സ്ഫിയേഴ്സ് എന്ന് പറയുന്ന ഫ്ലോട്ട് ചെയ്യുന്ന ഒരു മൾട്ടി ഫംഗ്ഷണൽ ഡിവൈസ് ആണ്. ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ, ഹാക്കിംഗ്, ഡേറ്റ അനാലിസിസ്, എനർജി ബ്ലാസ്റ്റ് എമിറ്റിംഗ്, ഫോഴ്സ് ഫീൽഡ് ക്രിയേഷൻ, സർവൈലൻസ് ഡ്രോൺസ് ആയിട്ട് ആക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഒരു മിസ്റ്റർ ടെർഫിക്കിന്റെ T-മാസ്കും സ്യൂട്ടും ഉപയോഗിച്ചിട്ട് പലതരം ടെക്നോളജിക്ക് പുള്ളി ഇൻവിസിബിൾ ആണ്. അതായത് ക്യാമറ, മോഷൻ ഡിറ്റക്ടർ, റഡാർ, ഇതിനൊന്നും തന്നെ മിസ്റ്റർ ടെർഫിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. മാൻ ഓഫ് സ്റ്റീലോട് ആരംഭിച്ച DCEU അഥവാ DC എക്സ്റ്റൻഡഡ് യൂണിവേഴ്സ് ഒരു അവിയൽ വരുമായിരുന്നെന്നും പരാജയമായിരുന്നെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ വാർണർ ബ്രോസ് ഡിസ്കവറി മെർജ് വന്നപ്പോൾ ആദ്യം തീരുമാനിച്ച കാര്യം മാർവൽ സ്റ്റുഡിയോസ് പോലെ DCക്ക് ഒരു സെപ്പറേറ്റ് സ്റ്റുഡിയോ കൊടുക്കുക എന്നതായിരുന്നു. അങ്ങനെയാണ് DC സ്റ്റുഡിയോസ് നിലവിൽ വന്നത്. സോ പണ്ടത്തെ പോലെ WBയുടെ കൈകടത്തലൊന്നും അധികം ഇതിൽ ഉണ്ടാകില്ല എന്ന് സാരം. അപ്പോൾ ഈ DC സ്റ്റുഡിയോസിന് തലപ്പത്തിരിക്കുന്നത് ജെയിംസ് ഗണ്ണും പീറ്റർ സാഫ്രാനുമാണ്. ആൻഡ് ഇവർ മൊത്തത്തിലൊരു പുതിയ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതാണ് DCU അഥവാ DC യൂണിവേഴ്സ്. അപ്പോൾ അതിന് തുടക്കമായിട്ടാണ് ഇപ്പോൾ സൂപ്പർമാൻ വരുന്നത്. മൊത്തത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും മാറ്റി റീകാസ്റ്റ് ചെയ്ത് പുതിയൊരു തുടക്കമാണിതെന്ന് തന്നെ പറയാം. പക്ഷേ ജെയിംസ് ഗൺ ഓൾറെഡി ഈ ഒരു യൂണിവേഴ്സ് ഒക്കെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ DCയിൽ ചെയ്തിട്ടുള്ള 2 പ്രൊജക്റ്റുകളായിരുന്നു ദ സൂയിസൈഡ് സ്ക്വാഡും പീസ് മേക്കറും. അപ്പോൾ ഇതിന്റെ ഫ്യൂച്ചറായിട്ട് ഒരുപാട് പ്രൊജക്റ്റുകളും പീസ് മേക്കറിന്റെ സീസൺ 2 ഒക്കെ പ്ലാനിൽ ഉണ്ടായിരുന്നത് കൊണ്ടും പിന്നെ ഒബ്വിയസ്ലി സ്വന്തം ക്യാരക്ടേഴ്സ് ആയതുകൊണ്ടും ജെയിംസ് ഗൺ ഇവരെ മാത്രം ഒരു പുതിയ യൂണിവേഴ്സിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ വരുന്ന ഒരേ ഒരു കോംപ്ലിക്കേഷൻ ആണ് പീസ് മേക്കർ സീസൺ 1 ഫിനാലെ വന്നിട്ടുണ്ടായിരുന്ന ജസ്റ്റിസ് ലീഗിന്റെ കെമിയോ. പഴയ യൂണിവേഴ്സിലെ ജസ്റ്റിസ് ലീഗ്, അതും ജെയ്സൺ മൊമോവയും എസ്രാ മില്ലറിനെ ഫേസ് കാണിച്ച് തന്നെ ഡയലോഗ് ഉൾപ്പെടെ കൊണ്ടുവന്ന ഒരു കെമിയോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അന്ന് ഗണ്ണിന് ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ഒന്നും പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതെങ്ങനെ ഈ ഒരു കോംപ്ലിക്കേഷൻ മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൺ സിമ്പിളായിട്ട് പറഞ്ഞ ലോജിക്കാണ്. പഴയ യൂണിവേഴ്സിലെ എന്തൊക്കെ സംഭവങ്ങളാണോ പുതിയ യൂണിവേഴ്സിൽ മെൻഷൻ ചെയ്യുന്നത്
അതുമാത്രമാണ് പുതിയ യൂണിവേഴ്സിൽ ക്യാനോൺ അല്ലെങ്കിൽ കണക്ട് ആവുക എന്നുള്ളത്. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ജസ്റ്റിസ് ലീഗ് വന്ന സീൻ എന്തായാലും പീസ് മേക്കർ സീസൺ 2 അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീരീസിലോ ഒന്നും തന്നെ ഒരിക്കലും മെൻഷൻ ചെയ്യില്ല. എന്നാൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്യും. അതായത് ദ സൂസൈഡ് സ്ക്വാഡും പീസ് മേക്കർ സീസൺ 1 ഈ ഒരു പുതിയ യൂണിവേഴ്സിൽ നടന്ന സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ ആ ഒരു ജസ്റ്റിസ് ലീഗ് സീൻ മാത്രം നടന്നിട്ടില്ല. അടുത്തായിട്ട് പറയാനുള്ളത് ക്രീച്ചർ കമാൻഡോസിനെ കുറിച്ചിട്ടാണ്. സൂപ്പർമാനാണ് DC യൂണിവേഴ്സിന്റെ ട്രൂ ബിഗിനിങ് എന്ന കാര്യത്തിൽ സംശയമില്ല. മെയിൻ സ്ട്രീം ഹീറോ, തിയേറ്ററിക്കൽ വേൾഡ് വൈഡ് റിലീസ് എല്ലാം കൊണ്ട് തന്നെ DC യൂണിവേഴ്സിന്റെ ഒരു പുതു തുടക്കം ഈ ഒരു സിനിമ തന്നെയാണ്. പക്ഷെ അതിന് മുമ്പേ തന്നെ DCU ആരംഭിച്ചു കഴിഞ്ഞു. ചാപ്റ്റർ 0 അല്ലെങ്കിൽ ഒരു പ്രീലൂഡ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു ആനിമേറ്റഡ് സീരീസ് ആണ് ക്രീച്ചർ കമാൻഡോസ്. കഴിഞ്ഞ വർഷാവസാനം സ്റ്റാർട്ട് ചെയ്ത സീരീസിന് 7 എപ്പിസോഡുകളാണുള്ളത്. ആൻഡ് ഇതിൽ ജെയിംസ് ഗൺ സ്ഥിരം ചെയ്യുന്നത് പോലെ നമുക്ക് കേട്ടിട്ടുമില്ലാത്ത കുറേ ഹീറോസിനെയും ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവന്നിട്ട് ഇവരെയൊക്കെ ഫേവറേറ്റ് ആക്കി മാറ്റുക എന്നത് തന്നെയാണ് ഈ സീരീസിലുള്ളത്. പക്ഷെ അതുമാത്രമല്ല, ഈ സീരീസ് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്ന പല DCU കണ്ടന്റുകളുടെയും ടീസുകളും സെറ്റപ്പും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ സൂപ്പർമാൻ കാണുന്നതിന് മുന്നേ ക്രീച്ചർ കമാൻഡോസ് കാണണമെന്ന് വലിയ നിർബന്ധമില്ലെങ്കിലും ഫ്യൂച്ചറിലേക്ക് എന്തായാലും ഈ സീരീസ് കണ്ടിരിക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ ഒരു സീരീസിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറായിരുന്നു റിക് ഫ്ലാഗ് സീനിയർ. 2021 ദ സൂസൈഡ് സ്ക്വാഡ് സിനിമയിൽ പീസ് മേക്കർ കൊന്ന റിക് ഫ്ലാഗ് ജൂനിയറിന്റെ അച്ഛനാണ് റിക് ഫ്ലാഗ് സീനിയർ. അപ്പോൾ ആനിമേറ്റഡ് സീരീസിൽ ഗ്രേ ഹെയർ ആണ് ഈ ഒരു ക്യാരക്ടറിനുള്ളതെങ്കിൽ ലൈവ് ആക്ഷനിലേക്ക് വരുമ്പോഴേക്കും ഈ ഒരു ക്യാരക്ടറിന് ബ്ലാക്ക് ഹെയർ ആണുള്ളത്. ഇപ്പോൾ വരുന്ന സൂപ്പർമാൻ സിനിമയിലും പുള്ളിയുണ്ട്, പീസ് മേക്കർ സീസൺ 2 പുള്ളിയുണ്ട്. ഷെഡ്യൂളിംഗ് ഇഷ്യൂസ് കൊണ്ടാണ് പുള്ളിയുടെ ഈ ഒരു ഹെയർ കളർ ബ്ലാക്ക് ആക്കേണ്ടി വന്നത്. സോ അതിൽ ഗ്രേ ആണ്, ഇതിൽ ബ്ലാക്ക് ആണെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവേണ്ട, രണ്ടും ഒരേ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ നമ്മൾ സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ ജെയിംസ് ഗണ്ണിന്റെ പുതിയ DC യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് ഇതുവരെയുള്ള കണ്ടന്റുകൾ 2021 ദ സൂസൈഡ് സ്ക്വാഡ്, 2022 പീസ് മേക്കർ സീസൺ 1, 2024 ക്രീച്ചർ കമാൻഡോസ് ആൻഡ് ഇപ്പോൾ 2025 റിലീസ് ആവാൻ പോകുന്ന സൂപ്പർമാൻ. ഇതിൽ തന്നെ പീസ് മേക്കർ സീസൺ 1 ഫിനാലിയിലുള്ള ജസ്റ്റിസ് ലീഗ് സീൻ ഈ ഒരു പുതിയ യൂണിവേഴ്സിൽ നടന്നിട്ടില്ല. ബാക്കി എല്ലാ സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 3 കണ്ടന്റുകളും പുതിയ സൂപ്പർമാൻ സിനിമ കാണുന്നതിന് മുന്നേ നിങ്ങൾ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വലിയ കണക്ഷൻ ഒന്നുള്ള റിക് ഫ്ലാഗിന്റെ ക്യാരക്ടർ വരുന്നുണ്ടെങ്കിൽ പോലും പഴയ സിനിമ സീരീസ് ഒന്നും കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അടുത്ത മാസം, അതായത് ഓഗസ്റ്റിൽ വരെ അയക്കുന്ന പീസ് മേക്കറിന് മുന്നേ നിങ്ങൾ ഇതെല്ലാം കണ്ടിരിക്കണം. അപ്പോൾ ഇപ്പോൾ സൂപ്പർമാൻ ഇതൊന്നും കാണാതാണെങ്കിലും പോയി എൻജോയ് ചെയ്യുക. പക്ഷേ പീസ് മേക്കറിന് മുമ്പേ മേൽപ്പറഞ്ഞ എല്ലാ കണ്ടന്റുകളും കണ്ടിരിക്കുക. അപ്പോൾ കൊച്ചി ഫാൻ ഷോയുടെ കാര്യം മറക്കണ്ട. എടപ്പള്ളി വനിതാ തിയേറ്ററിൽ ജൂലൈ 11, അതായത് റിലീസ് ഡേയുടെ അന്ന് രാവിലെ 7:30 ഫാൻ ഷോ. നിങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ട ആ ഒരു വാട്സപ്പ് നമ്പർ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. സീറ്റ്സ് എല്ലാം ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ DCയുടെ പുതിയൊരു യൂണിവേഴ്സാണ് സൂപ്പർമാനിലൂടെ പ്രോപ്പർലി സ്റ്റാർട്ട് ആവുന്നത്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് DCക്ക് ഒരു പ്രോപ്പർ യൂണിവേഴ്സ് വേണമെന്നും അതിലൂടെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളതും. അപ്പോൾ ഇതൊരു വലിയ വിജയമാകട്ടെ എന്നും ഈ ഒരു ഹോൾ യൂണിവേഴ്സ് തന്നെ ബിഗ് ലെവലിൽ പോകട്ടെ എന്നും ആഗ്രഹിക്കുന്നു. കാരണം DC സ്ട്രോങ് ആയ മാർവലിന് സ്ട്രോങ് ആകാതിരിക്കാൻ പറ്റില്ല. സോ ഒരുപാട് ക്വാളിറ്റി കണ്ടന്റുകൾ വരികയും മാർവൽ DC റൈവലറിയുടെ പീക്ക് കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. റൈവലറി വരുന്നു എന്നതിനേക്കാൾ ഉപരി ആ റൈവലറിയോടെ കിട്ടുന്ന ക്വാളിറ്റി കണ്ടന്റ്സ് തന്നെയാണ് ഇപ്പോഴും മാറ്റർ ചെയ്യുന്നത്. സോ ഇതെല്ലാം സംഭവിക്കട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ മാർവൽ DC ആനിമലിന്റെ കണ്ടന്റുകൾ നമ്മുടെ ചാനൽ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത്തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്, അതുകൊണ്ട് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ ഇനി മറ്റുള്ളവരെ കണ്ടുകൊണ്ടുവരായിരിക്കും. ദിസ് ഇസ് രഞ്ജൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.